ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ആരംഭിക്കുകയാണ്. എല്ലാ സീസണിലും പോലെയല്ല, ഈ ഒരു സീസണിൽ അഗ്നിപരീക്ഷ എന്നിട്ട് പുതിയൊരു ഐറ്റം കൂടി വരുന്നുണ്ട്. അത് ഈ ഓഗസ്റ്റ് 15-നാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ പ്രൊമോ ഒക്കെ വന്നു കഴിഞ്ഞു. ഒരുപാട് ആൾക്കാർ ഇതിനുമായി ബന്ധപ്പെട്ടിട്ട് പ്രഡിക്ഷൻ ലിസ്റ്റ് ഇട്ടു. പിന്നെ ഈ അഗ്നിപരീക്ഷയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനാന്ന് തോന്നുന്നത് ഏറ്റവും വൈകി വീഡിയോ ചെയ്യുന്ന ഒരാൾ തിരക്കൊണ്ടാണ്. അപ്പോൾ എന്തായാലും എല്ലാ വർഷത്തെയും പോലെ തന്നെ ബിഗ് ബോസിൻ്റെ ഒരു ജൈത്ര യാത്ര തുടരാൻ പോവാണ്. ഇപ്പോൾ ഓഗസ്റ്റ് 15-ന് തുടങ്ങുന്നത് പുതിയതായിട്ട് അത് കോമണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മളിതുവരെയും കണ്ടിട്ടില്ല, അതായത് മലയാളം സീസണിലും കണ്ടില്ല, പക്ഷേ തെലുങ്കിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ തെലുങ്ക് സീസണും നമ്മൾ കാണാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 3 ജഡ്ജസ് ഉണ്ട് ഇതിൽ. അഖിൽമാരാർ, റിയാസ് സലീം, പിന്നെ നമ്മുടെ രഞ്ജിനി ഹരിദാസ്. ഇവർ 3 പേരുടെയൊക്കെ എന്തോ ഒരു പ്രൊമോ ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അഗ്നിപരീക്ഷയാണ്, ഭയങ്കര ഒരുപാട് ഹാർഡായിട്ടുള്ള ഒരുപാട് ഗെയിമൊക്കെ അതിനകത്തുണ്ടെന്നാണ് കേട്ടത്. എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് 15-ാം തീയതി തൊട്ട് അറിയാൻ പറ്റും. പിന്നെ ഏകദേശം ഒരു സെപ്റ്റംബർ 6-ന് അങ്ങോട്ടാണ് ബിഗ് ബോസിൻ്റെ ശരിക്കുള്ള ഷോ ആരംഭിക്കുന്നത് ഏഷ്യനെറ്റിൽ. അപ്പോൾ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾ, അതായത് ഒരാളാണോ രണ്ടാളോ എനിക്ക് അറിയില്ല. ഇനി കോമണേഴ്സിന് എത്ര പേരുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമുക്കറിയില്ല. അതിന് അവർ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവില്ല. അതിൽ നിന്ന് ആരൊക്കെയായിരിക്കും വിജയികളാവുന്നത്, എത്ര പേരെ എടുക്കും എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ആ പരിപാടി തുടങ്ങുമ്പോഴേ നമുക്ക് അതിന് കൂടുതൽ കാര്യങ്ങൾ അറിയാം. അതോ കൂടുതൽ അതിൻ്റെ പ്രൊമോസ് വരുമ്പോഴൊക്കെ അറിയാൻ പറ്റും എത്ര പേര് തിരഞ്ഞെടുക്കുക എന്നുള്ളതൊക്കെ. എന്തായാലും കോമണേഴ്സിന് വേണ്ടിയിട്ട് അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയോട് കൂടിയാണ് ബിഗ് ബോസിൻ്റെ ഈ ഒരു വർഷത്തെ ഈ ഒരു സീസണിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് ഒരു ദിവസത്തെ ബ്രേക്കിന് ശേഷം അടുത്ത ദിവസം ബിഗ് ബോസ് ആരംഭിക്കുമ്പോൾ അവരതിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കുമെന്നാണ് ഇപ്പോൾ കേട്ടറിവുള്ളത്. അത്ര നമുക്ക് അറിയുള്ളൂ. എന്തായാലും ബിഗ് ബോസിൻ്റെ തെലുങ്ക് ഏത് സീസണിലാണ് ഇങ്ങനെ ഉണ്ടായിരുന്നതെന്ന് നമുക്കറിയില്ല, അല്ലെങ്കിൽ എനിക്ക് വെച്ച് നോക്കാമായിരുന്നു എങ്ങനെയാണ് ഒരു ഐഡിയ ഇല്ല ഇതിനെ കുറിച്ചിട്ട്. എന്തായാലും കോമണേഴ്സിൻ്റെ പ്രൊമോയിൽ ഒരു 3 പേരുടെ ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ കണ്ടു. അത് ഞാനുണ്ട് ഈ അഗ്നി പരീക്ഷയിൽ, ഞാൻ വിജയിച്ച് വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധാരണ ക്ലീശ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. ആരാണെന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ അനീഷിനെ പോലെയുള്ള ഒരു കോമണർ ആണോ എന്നറിയില്ല. അനീഷ് ഒരു കോമണർ ആണെന്ന് പറഞ്ഞിട്ടും ചെറിയ തരത്തിലൊരു സെലിബ്രിറ്റി ആയിരുന്നു എന്നുള്ളൊരു വിവാദമൊക്കെ ഉണ്ട് പലരും അടുത്തുണ്ട്. ഒരു ബുക്ക് എഴുതി പ്രശസ്തനായിരുന്നു, അല്ലെങ്കിൽ മുമ്പ് ഏതൊക്കെയോ TV ചാനലുകളിലൊക്കെ പരിപാടികളിൽ വന്നിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. എനിക്ക് അതിനോട് ഇത്ര ഒരു യോജിപ്പില്ല കേട്ടോ. അതൊരു വിയോജിപ്പ് തന്നെയാണ്. ഇപ്പോൾ ഒരു പരിപാടി TV പരിപാടിയിലൊക്കെ വന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ബുക്ക് എഴുതിയോണ്ട് ഒരു ആളൊരു സെലിബ്രിറ്റി ആവണമെന്നില്ലല്ലോ. അല്ലെങ്കിൽ ആ ഒരു ബുക്ക് അത്രമാത്രം അത്ര നല്ല രീതിയിൽ വിറ്റഴിച്ച് പോയിട്ടുള്ള ബെസ്റ്റ് സെല്ലറായിട്ടുള്ള ഒരു ബുക്ക്, ഒരു നോവലൊക്കെ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു പരിപാടിയിൽ വന്നിട്ട് അത്ര വൈറലായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലൊക്കെ നമുക്ക് പറയാം, എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിലേ നമുക്ക് സെലിബ്രിറ്റി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കോമണർ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ ഈ അനീഷ് ഒരു കോമണർ മാത്രമല്ല സെലിബ്രിറ്റി ആയിരുന്നു എന്ന് പറഞ്ഞ് കളിയാക്കുന്നത്, അതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. അനീഷ് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനോടോ അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തോടോ എനിക്ക് വലിയ താല്പര്യമുള്ളൊരു വ്യക്തിയോ ഒന്നുമല്ല. അദ്ദേഹം ഫുള്ള് ഫേക്ക് ആയിരുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എല്ലാവരും പറയുന്നത് അദ്ദേഹം ഭയങ്കര കോമണർ, ഭയങ്കര കളിച്ച് കയറുക, അതൊന്നുമല്ല. അദ്ദേഹം ഫേക്ക് തന്നെയാണ്, ഫേക്ക് ഗെയിം തന്നെയാണ് അതിനകത്ത് കളിച്ചിട്ടുള്ളത്. അദ്ദേഹം മറ്റുള്ള ആൾക്കാരെ ഹേർട്ട് ചെയ്തില്ല എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. അദ്ദേഹം ഹേർട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ചില കുതന്ത്രങ്ങളിലൂടെ മറ്റാൾക്കാരെ ഹേർട്ടായിട്ടും അവർക്ക് ഒരുപാട് സൈബർ ബുള്ളിങ് ഒക്കെ വന്നിട്ടുണ്ട്. ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അനുമോള് സ്വാഭാവികമായിട്ടും അനുമോൾ ഒരു പ്രണയം നടിക്കുന്നു, പിന്നെ അതിൽ നിന്ന് ദുഃഖിതനായിട്ട് അനുമോൾ ചതിച്ചതുപോലെ നടക്കുന്നു. അതിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഫേക്ക് തന്നെയാണ്. പിന്നെ സ്ത്രീകളെ ഭയങ്കര ദേഷ്യമുള്ളതാണ്, സ്ത്രീകൾക്ക് വിരുദ്ധനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻ്റർവ്യൂ ചെയ്ത് വിട്ടതെന്നാണ് പറയുന്നത് ഈ ബിഗ് ബോസ് സീസണിനകത്തോട്ട്. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് വേറൊരു ഗെയിം എടുത്തത്. അതൊക്കെ ആ സീസൺ കഴിഞ്ഞതിന് ശേഷം അഞ്ജന നായർ ചോദിക്കുന്നുണ്ടല്ലോ, അവരുടെ ആ ഒരു ഇൻ്റർവ്യൂവിൽ അവർ ചോദിക്കുന്നുണ്ട്, ഇത് ഇങ്ങനെയൊക്കെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരാളാണോ പിന്നെ അതിനകത്ത് പോയി കളിച്ചത്, അപ്പോൾ ഫേക്ക് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞ സീസണാണ്. ഇപ്പോൾ പുതിയ സീസണാണ് വരുന്നത്. അപ്പോൾ പുതിയ സീസണിൽ കോമണേഴ്സിന് വേണ്ടിയിട്ട് ഒരു പുതിയ ഒരു പരീക്ഷണം, അഗ്നി പരീക്ഷ എന്ന രീതിയിലാണ് വരുന്നത്. എന്തായാലും എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊന്നും നമുക്ക് ഐഡിയ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും ഇത് ഓഗസ്റ്റ് 15-ന് ആരംഭിക്കണം. നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. എക്സൈറ്റഡ് ആണ്, ഞാൻ എക്സൈറ്റഡ് ആണ് കേട്ടോ. പുതിയൊരു രീതിയിലാണ് ഇത് വരുന്നത്. ഇപ്പോൾ അതിനേക്കാൾ എക്സൈറ്റഡ് എന്തായാലും സെപ്റ്റംബർ 6-ന് വരുന്ന സീസൺ 8-നെ കുറിച്ച് ഓർത്ത് തന്നെയാണ്. പ്രിഡിക്ഷൻസിനെ കുറിച്ച് ഞാൻ ഇതുവരെയും ഇട്ടിട്ടില്ല. എൻ്റെ ഇതിലെന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്. കുറേ ആൾക്കാർ പറയുന്നത് പോലെ രാഹുൽ ഈശ്വർ, സന്തോഷ് പണ്ഡിറ്റ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരാനായിട്ട് ചാൻസ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ പറയുക, ഒരു മലയാളി ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
മുൻപത്തെ ഒരു പരിപാടിയിൽ വന്നിട്ടുണ്ട്. ഇതിൽ വരാക കുഴപ്പമൊന്നുമില്ല. പക്ഷേ രാഹുൽ ഈശ്വർ എന്തായാലും വരില്ല. സന്തോഷ് പണ്ഡിറ്റിന് പിന്നെ നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. കാരണം ഒരു സീസണിൽ വന്ന് വിജയിച്ചു പോയ ഒരു വ്യക്തിയാണ്. അപ്പോൾ പിന്നെ അദ്ദേഹം കുറച്ചും കൂടി ഈ ബിഗ് ബോസിലൊക്കെ ഇനിയും രണ്ടാമത് വരുന്ന തരത്തിലുള്ള ഒരു ലെവലിലുള്ള ഒരു വ്യക്തിയല്ല. കാരണം അതിനെക്കാളും അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഇനി രണ്ടാമത് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്ഫുൾ തന്നെയാണ്. അപ്പോൾ എൻ്റെ പ്രിഡിക്ഷൻ ലിസ്റ്റിൽ കുറച്ച് പേരുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ പറയാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കും. എല്ലാവർക്കും ബൈ.